കുറെ വർഷങ്ങളായിട്ട് ഒരു സൂവിനകത്ത് ഒരു കൂട്ടിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു സിംഹമുണ്ടായിരുന്നു. ആ കൂടിനകത്ത് ജീവിച്ചിരുന്ന സിംഹത്തിന് എന്നും ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടുന്നത് കൊണ്ട് തന്നെ ആ സിംഹത്തിന് എന്തെങ്കിലും ഒന്ന് ശ്രമിച്ച് അല്ലെങ്കിൽ വേട്ടയാടി ആഹാരം കഴിക്കണമെന്ന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കൂടിനകത്ത് എന്നും ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടുന്നത് കൊണ്ട് അത് വളരെ കഴിച്ച് സന്തോഷകരമായിട്ട് സുഖകരമായിട്ട് ജീവിച്ചു വന്നുകൊണ്ടിരുന്ന സിംഹം അതിൻ്റെ ഭാരമൊക്കെ ഒരുപാട് കൂടി തുടങ്ങി. ഒരു ദിവസം ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റുണ്ടായ സമയത്ത് അവിടുത്തെ ആളുകൾക്കും ഒക്കെ ഒരുപാട്, ആ നാടിന് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ആ കൊടുങ്കാറ്റിൽ ഈ കൂട് പൊട്ടി, ഈ കൂടിൻ്റെ ഇരുമ്പ് കമ്പികൾ വരെ പൊട്ടി. അങ്ങനെ പൊട്ടിയപ്പോൾ ഈ സിംഹത്തിന് പുറത്ത് പോകാൻ പറ്റും, പക്ഷെ ഈ സിംഹത്തിന് പുറത്ത് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം, അതിൻ്റെ ഭാരം കൂടുതലായതുകൊണ്ടാണോ പുറത്ത് പോകാൻ കഴിയാത്തതെന്ന്? എങ്കിലല്ല, അതിന് പുറത്ത് പോകാനുള്ള എല്ലാ വഴികളും അവിടെ ഉണ്ട്. അത് പുറത്ത് പോയി. പക്ഷെ പുറത്ത് പോയപ്പോൾ ആ സിംഹത്തിന് വന്ന ചിന്ത, ഞാൻ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? അതുകൊണ്ട് വീണ്ടും കൂടിനകത്ത് വന്നു. കാരണം കൂടിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്നും ആവശ്യമുള്ള ഭക്ഷണം കിട്ടുമല്ലോ, മിണ്ടാതെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കാമെന്ന് അത് കരുതി. അതുകൊണ്ട് തിരിച്ച് വീണ്ടും കൂടിനകത്ത് തന്നെ വന്ന് ഇരുന്നു സിംഹം. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു ജോലിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ ആഗ്രഹങ്ങളും ചിലർക്കുണ്ടാവും, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന്. പക്ഷെ നഷ്ടമുണ്ടായാലോ എന്നൊരു ചോദ്യമുള്ളത് കൊണ്ടൊന്നും ശ്രമിക്കുന്നില്ല, പേടി കൊണ്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് കംഫോർട്ട് സോൺ ആയ ആ രാവിലെ 9 to 6 വരെ ഒരു ജോലിയിൽ കിട്ടുന്നത് മതി, ഉള്ളത് കൊണ്ട് പോകാം എന്ന് കരുതി അതിനകത്ത് അകപ്പെട്ടിരിക്കുന്നവരാണ് പലരും. അപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, വളർച്ച ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ കൂട് വിട്ട് പുറത്ത് വരണമെന്നും, ജീവിതത്തിൽ ഏറ്റവും വലിയ കള്ളൻ ആരാണ്, മോഷ്ടിക്കുന്ന കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ വളർച്ചയെ മോഷ്ടിക്കുന്ന ഏറ്റവും വലിയ കള്ളൻ, നമ്മളുടെ ധൈര്യത്തിനെ മോഷ്ടിക്കുന്ന ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്നത് കംഫർട്ട് സോൺ ആണെന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.